അപ്പോൾ കൊച്ചിയിലും വിപുലമായ ചടങ്ങുകളായിരുന്നു നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് കാണാൻ കഴിഞ്ഞത്. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും കുർബാനയും ഒക്കെ നടന്നു. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ സമഗ്രമായ കാഴ്ചകളുമായി ഉമേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. ഗുഡ് മോർണിംഗ് മനു, ഹാപ്പി ക്രിസ്മസ്. ഞാൻ ഉമേഷ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചുവന്ന കുപ്പായമൊക്കെ ഇട്ട് ഒരു ക്രിസ്മസ് വൈബിലായിരിക്കും ഉമേഷ് എത്തുന്നത്. പക്ഷേ എൻ്റെ പ്രതീക്ഷ അല്പം തെറ്റിപ്പോയി. എല്ലാവരും ചുവപ്പാണല്ലോ മനു ഇന്ന്, അതുകൊണ്ടൊന്ന് വ്യത്യസ്തം ഒന്ന് മാറ്റി പിടിച്ചാ അല്ലേ? ഒന്ന് മാറ്റി പിടിച്ചു. അതെ അതെ അതെ. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ലിറ്റിൽ ഫ്ലവർ ചർച്ച് എന്ന് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊച്ചിയിൽ എവിടുത്തെ പള്ളിയാണ്? പ്രാർത്ഥനാ ചടങ്ങുകൾ എങ്ങനെയാണ് നടക്കുന്നത്? തിരുപ്പിറവി വിശ്വാസികൾ വരവേറ്റത് എങ്ങനെയാണ്? മനു, ലിറ്റിൽ ഫ്ലവർ ചർച്ച് തന്നെ, അത് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ്. എളംകുളത്താണ് ഈ ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഉള്ളത്. ഇവിടെ വിശ്വാസികൾ രാവിലെ തന്നെ പള്ളികളിൽ പ്രാർത്ഥനാപൂർവം പങ്കെടുക്കാനായി പള്ളികളിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു പ്രധാന ചടങ്ങുകൾ. മനു സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ, തിരുപ്പിറവി ചടങ്ങുകൾ, പാതിരാ കുർബാനയൊക്കെ ഇന്നലെ രാത്രിയായിരുന്നു. പക്ഷേ ഒരു ദിവസം മുഴുവൻ നീളുന്നതാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ. ഇന്നലെ രാത്രി തുടങ്ങിയ തിരുപ്പിറവി ചടങ്ങുകൾ കഴിഞ്ഞ് വിശ്വാസികൾ വീട്ടിലെത്തി ഇന്ന് രാവിലെ തന്നെ പുലർച്ചെ മുതലുള്ള പ്രത്യേക കുർബാനകളിൽ പങ്കെടുക്കാനായി വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തുകയാണ്. ഈ എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ രാവിലെ മുതൽ തന്നെ നിരവധി വിശ്വാസികൾ ഈ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ പുലർച്ചെ 5:30 ആദ്യമായി ഒരു കുർബാന ഉണ്ടായി. ഇതിപ്പോൾ രണ്ടാമത്തെ കുർബാനയാണ് ഇപ്പോൾ നടക്കുന്നത്. വിശ്വാസികൾ ഇതിനകത്ത്, പള്ളിക്കകത്ത് നിരവധി വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇത് ഈ ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ മാത്രം കാഴ്ചയല്ല, എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും രാവിലെ ഇത്തരത്തിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനായി വിശ്വാസികൾ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വിപുലമായ രീതിയിലാണ് ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ക്രിസ്മസിനെ വരവേൽക്കുന്ന ചടങ്ങുകൾ, തിരുപ്പിറവി ചടങ്ങുകളൊക്കെ നടന്നത്. ഈ കൊച്ചിയിൽ ഒരു പ്രത്യേക സഭ, വിവിധ ക്രൈസ്തവ സഭകളുടെ ആസ്ഥാനം കൊച്ചിയിലാണ്. വിവിധ ക്രൈസ്തവ സംഘടനകളുടെ ആസ്ഥാനം കൊച്ചിയിലാണ്. പ്രത്യേകിച്ച് സിറോ ആസ്ഥാനം കാക്കനാട് സെൻറ് തോമസ് മൗണ്ടാണ്. അവിടെ പ്രത്യേക ആഘോഷങ്ങളൊക്കെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. എന്നാൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ, അദ്ദേഹം തൃശ്ശൂരിലാണ് ഇന്നലെ പങ്കെടുത്തത്. തൃശ്ശൂർ അതിരൂപതയിലെ പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലായിരുന്നു ഇന്നലെ രാത്രി അദ്ദേഹം പങ്കെടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട ഈ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, അദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ പള്ളിയിലായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുമായി ബന്ധപ്പെട്ട പള്ളിയിലായിരുന്നു അദ്ദേഹം പങ്കെടുത്തത്. സാധാരണ അവരെല്ലാം ഇവിടെയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ സിറോ മലബാർ സഭയുടെയൊക്കെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അതിരൂപതയായ ചങ്ങനാശ്ശേരി അതിരൂപതയിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഒപ്പം വരാപ്പുഴ അതിരൂപതയിൽ, ലത്തീൻ സഭയാണ് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ, അദ്ദേഹം അതിരൂപത ദേവാലയമായ സെൻറ്റ് ഫ്രാൻസിസ് അസീസ് കത്തീഡ്രൽ കൊച്ചിയിൽ തന്നെ, അവിടെയാണ് അദ്ദേഹം തിരുപ്പിറവി കർമ്മങ്ങൾക്ക് ഇന്നലെ രാത്രി നേതൃത്വം നൽകിയത്. ഒപ്പം യാക്കോബായ സഭയുടെ നിയുക്ത കാതോലിക്ക ബാവ, അദ്ദേഹം കരിങ്ങാച്ചിറ സെൻറ്റ് ജോർജ് പള്ളിയിൽ അദ്ദേഹവും തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. അത് ഇന്നലെ രാത്രി ഉണ്ടായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഇന്ന് രാവിലെ അതിൻ്റെ തുടർച്ചയായി പള്ളികളിൽ കുർബാന നടക്കുന്നു. ഇപ്പോൾ കാണുന്നത് പോലുള്ള കുർബാന ചടങ്ങുകൾ നടക്കുന്നു. ഇതിന് ശേഷം ഇനി ഇവരെല്ലാം വീടുകളിലെത്തി പരസ്പരം മധുരം പങ്കിടും, കേക്ക് മുറിക്കും, സൗഹൃദ സംഗമങ്ങൾ അടക്കം ഈ വീടുകളിലൊക്കെ ഉണ്ടാകും. ആ നിലയിലാണ് അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്, പരസ്പരം സ്നേഹം കൈമാറുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ സന്ദേശം വിളിച്ചോതുന്നതാണ്. അത് അർത്ഥവത്താക്കാൻ നോക്കുകയാണ് ഇന്നത്തെ ദിവസം വിശ്വാസികളെല്ലാവരും. ഇന്നലെ പുലർച്ചെ വരെ നീളുന്ന പള്ളികളിൽ ആഘോഷമായിരുന്നെങ്കിലും ഇന്നും മുടക്കം കൂടാതെ തന്നെ വിശ്വാസികളെല്ലാവരും പള്ളിയിലേക്ക് എത്തി ഈ പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഇപ്പോഴും പങ്കെടുക്കുകയാണ്. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ തന്നെ ഇത്തരത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ, കുർബാന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മനു, ഉമേഷേ, ഇതിനിടയിൽ വളരെ രസകരമായ ചില കമൻറ്റുകൾ ഉമേഷിനെ കുറിച്ച് വരുന്നുണ്ട്. ഉമേഷിൻ്റെ മനോഹരമായ പുഞ്ചിരിയെക്കുറിച്ച് പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ എനിക്ക് തോന്നിയ രസകരമായൊരു കമൻ്റ് ഉണ്ട്. ഉമേഷ് ഏട്ടന് ഹാപ്പി ക്രിസ്മസ്, ഇന്നെങ്കിലും കോടതി വാർത്തയല്ലാതെ
ഒരു മനോഹരമായ വാർത്ത, ക്രിസ്മസ് വാർത്തയുമായി വന്നതിൽ ഒരുപാട് സന്തോഷമെന്ന് അനശ്വര എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് എഴുതുന്നുണ്ട്. സ്ഥിരമായിട്ട് ഈ കൊച്ചിയിൽ രാവിലെ കോടതി വാർത്തകളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് വലിയ നിയമപ്രശ്നങ്ങളൊക്കെ പറയുന്നിടത്തു നിന്ന് മാറി ഇന്ന് ലോകസമാധാനത്തെക്കുറിച്ചും യേശുദേവന്റെ തിരുപ്പിറവിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആളുകൾ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ ഉമേഷേ? മനു, കഴിഞ്ഞ ദിവസം ഈ ഇത്തരത്തിൽ കമൻറ്റ് വന്നിരുന്നു. പുഞ്ചിരി നേരത്തെ പറഞ്ഞിരുന്നത് ചിരിക്കാതിരിക്കാവുന്ന ഒരാൾ എന്നുള്ള നിലയിലായിരുന്നു. ഇപ്പോൾ പുഞ്ചിരിയെക്കുറിച്ച് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കോടതി വാർത്തകൾ അത് ഒഴിവാക്കാൻ കഴിയാത്തതാണല്ലോ. ഇപ്പോൾ ഒരു ആശ്വാസം, കോടതിയെല്ലാം അവധിയാണ്, പ്രത്യേകിച്ച് ഹൈക്കോടതിയൊക്കെ അവധിയാണ്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി ഹൈക്കോടതി ഇല്ല. അത് മറ്റു കോടതികളിൽ നിന്നൊരു വ്യത്യാസം, ഈ ഹൈക്കോടതിക്ക് ഇത്തരത്തിൽ അവധികൾ ഉണ്ട് എന്നുള്ളതാണ്. ക്രിസ്മസ് വെക്കേഷനും ഓണാവധിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇത്തരത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാർത്തകൾ തന്നെ നമുക്ക് രാവിലെ പങ്കുവയ്ക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മനു. ഏതായാലും എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ ഉമേഷേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി പറയുമ്പോൾ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണല്ലോ ബൈബിൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ സന്തോഷം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു.